നമസ്കാരം. ബ്രിഡ്ജ് കോഴ്സിന്റെ 6ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മൾ നല്ലൊരു കൺസെപ്റ്റ് പഠിച്ചത്, മോൾ കൺസെപ്റ്റ്. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒരു മോൾ എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഒരു മോൾ ഓഫ് ആറ്റത്തിന് നമ്മൾ 1 ഗ്രാം ആറ്റം എന്നും ഒരു മോൾ ഓഫ് മോളിക്യൂൾസിന് നമ്മൾ 1 ഗ്രാം മോളിക്യൂളും എന്ന് വിളിക്കും. ഇല്ലേ? ഇത്രയല്ലേ പഠിച്ചത്. ഒരു മോളിന്റെ മാസ് ആറ്റം ആണെങ്കിൽ GAM ആയിരിക്കും. എന്താണ്? ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. ഒരു മോളിന്റെ വോളിയം ഗ്യാസ് ആണെങ്കിൽ STP എത്രയായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ചില സബ്സ്റ്റൻസുകളുടെ മാസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം എന്താണെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ എന്നുള്ളത് കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ പറയാണ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ. 1 മോൾ ഓഫ് ഹൈഡ്രജൻ. നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആര് എടുക്കണം? മോളിക്യൂൾ എടുക്കണം. 1 മോൾ ഓഫ് ഹൈഡ്രജൻ, അതിന്റെ മാസ് എന്തായിരിക്കണം മക്കളെ? GMM എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് എത്രയാ? 2 ഹൈഡ്രജൻ ഉണ്ട്, 1 + 1 ആണ് എന്ന് വെച്ചാൽ അതിന്റെ മാസ് എത്രയായിരിക്കും? 2 എന്നല്ല, ഇറ്റ് മസ്റ്റ് ബി 2 ഗ്രാം. അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് N എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ആണ്. അവഗാഡ്രോ നമ്പർ ഓഫ് എന്താണ്? മോളിക്യൂൾസ് ആണ്. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളത്. അത് പറയാലോ. ഇനി അതിലെത്ര വോളിയം ഉണ്ടാവും? ഗ്യാസ് ആണ്. ഇറ്റ്സ് വോളിയം വിൽ ബി 22.4 ലിറ്റേഴ്സ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. റെഡി അല്ലേ? ഓക്കെ. ഇനി ഞാൻ എന്തെടുക്കുന്നു? 1 മോൾ ഓഫ് ഓക്സിജൻ എടുക്കുന്നു. അതിന്റെ മാസ് 16 + 16 ആണ്. ഓക്സിജൻ എന്ന് വെച്ചാൽ അതിന്റെ മോളിക്കുലർ മാസ് 16 അല്ല, 32 ആണ്. കാരണം എന്താ? O2 ആണ്. 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഉണ്ടാവും? 32 ഗ്രാം ഉണ്ടാവും. അതിൽ നിന്നുണ്ട് അവഗാഡ്രോ നമ്പർ ഓഫ് എന്തുണ്ടാ മക്കളെ? മോളിക്യൂൾസ് ഉണ്ട്. അതിന്റെ വോളിയം എത്രയാണ്? 22.4 ആണ്. 4 ലിറ്റേഴ്സ് ആണ് അറ്റ് STP. I am taking 1 മോൾ ഓഫ് H2O. അത് ലിക്വിഡ് ആണ്. ഓക്കെ, അതിന്റെ മാസ് GMM ആയിരിക്കും. എത്രയാണ്? 18 ഗ്രാം ആയിരിക്കും. അതിൽ എത്രയുണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതിന്റെ വോളിയം നമ്മൾ പറയുന്നില്ല, കാരണം നമുക്ക് വോളിയം ഉള്ളത് ആർക്ക് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ? ഗ്യാസ് മോളിക്യൂൾസിൽ മാത്രമാണ്. ഇവിടെ H2O ബ്രാക്കറ്റിൽ L എന്ന് എഴുതിയതിന്റെ അർത്ഥം ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്, വെള്ളമായിട്ടാണുള്ളത്, ദ്രാവക അവസ്ഥയിലാണുള്ളത്. നമ്മൾ വോളിയം പറഞ്ഞത് ആർക്കാണ്? ഗ്യാസുകൾക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊരു ചോദ്യം, എന്റെ കയ്യിൽ ഹാഫ് മോൾ, 1 മോൾ അല്ല, എന്റെ കയ്യിൽ എത്രയുണ്ട്? ഹാഫ് മോൾ CH4 ഉണ്ട്, മീഥേൻ ഉണ്ട്. എത്രയാണത്? ഹാഫ് മോൾ മീഥേൻ ഉണ്ട്. ഐ ഹാവ് ഹാഫ് മോൾ ഓഫ് മീഥേൻ. മീഥേനിന്റെ മോളിക്കുലർ മാസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം, 16 ആണ്. അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഹാഫ് മോൾ മീഥേൻ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര പറയാം? 8 ഗ്രാം എന്ന് പറയാം. അതെങ്ങനെയാന്ന് മനസ്സിലായോ മക്കളെ? അതെ, 1 മോൾ ഉണ്ടെങ്കിൽ അതിന്റെ മാസ് എത്രയായിരിക്കും? 16 ഗ്രാം ആയിരിക്കും. ഇവിടെ 1 മോൾ ഇല്ല, മറിച്ച് എത്രയേ ഉള്ളൂ? ഹാഫ് മോളേ ഉള്ളൂ. അപ്പൊ അതിന്റെ മാസും അതിന്റെ പകുതിയായിരിക്കും. എന്ന് വെച്ചാൽ എത്ര ഗ്രാമേ ഉണ്ടാവുള്ളൂ? 8 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. 1 മോളിന്റെ മാസ് 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് മോളിന്റെ മാസ് എത്ര ഗ്രാമേ ഉണ്ടാവുള്ളൂ? 8 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഉണ്ടാവും. ഇപ്പൊ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവില്ല. അവഗാഡ്രോ നമ്പർ ബൈ 2 എത്ര ഉണ്ടാവുള്ളൂ? മോളിക്യൂൾസേ ഉണ്ടാവുള്ളൂ. അതിന്റെ വോളിയം 11.2 ലിറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. എവിടുന്നായിരിക്കും 11.2 ലിറ്റേഴ്സ് കിട്ടിയത്? 1 മോൾ ആണെങ്കിൽ വോളിയം 22.4, അര മോൾ ആണെങ്കിൽ വോളിയം എത്ര ഉണ്ടാവുള്ളൂ? 11.2, അതിന്റെ പകുതി. റൈറ്റ്? ശരി, അടുത്ത ഞാൻ എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് 10 moles of carbon dioxide. 1 മോൾ അല്ല, മറിച്ച് എത്രയാണ്?
10 moles of carbon dioxide. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് 44 ആണ്. വാട്ട് വിൽ ബി മാസ്? 10 into 44 gram. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു മോളിന്റെ മാസ് 44 ഗ്രാം ആണ്. 10 മോളിന്റെ മാസ് എത്രയായിരിക്കും? 10 into 44 ഗ്രാം ആയിരിക്കും. എന്ന് വെച്ചാൽ എത്രയാ? 440 ഗ്രാം. അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? 10 into അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അല്ലെ 10 into അവഗാഡ്രോ നമ്പർ ഓഫ് എന്തുണ്ടാവും? മോളിക്യൂൾസ് ഉണ്ടാവും. അതിന്റെ വോളിയം എത്ര ഉണ്ടാവും മക്കളെ? 10 into 22.4 ലിറ്റേഴ്സ് അല്ലേ? ഒരു മോളിന്റെ വോളിയം 22.4 ആണെങ്കിൽ 10 മോളിന്റെ വോളിയം എത്ര ആയിരിക്കും? 10 into 22.4 എന്ന് വെച്ചാൽ എത്രയാണ്? 224 ലിറ്റർ ആയിരിക്കും. ശരി, ഞാൻ ഒന്നും പറയുന്നത്, ഞാൻ എത്ര മോളാണ് വരും. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. എന്റെ കയ്യിൽ n മോൾസ് അമോണിയ ഉണ്ട്. 1 മോളാണോ, 2 മോളാണോ, 5 മോളാണോ, 6 മോളാണോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് n മോൾസ് ആണെങ്കിൽ അതിന്റെ മാസ്, ഇതിന്റെ മാസ് 17 ആണ്. എനിക്കെന്ത് പറയാം? n into 17 ആയിരിക്കും ഇതിന്റെ മാസ്. അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയായിരിക്കും? n into അവഗാഡ്രോ നമ്പർ ആയിരിക്കും. എന്താ n? n is the number of moles. അതിന്റെ വോളിയം എത്രയായിരിക്കും? n into 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഒരു മോൾ ഗ്യാസ് ആണെങ്കിൽ അതിന്റെ മാസ്, അല്ലെ ഒരു മോൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ മാസ് gmm ആയിരിക്കും. ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഒരു മോൾ ഗ്യാസ് ആണെങ്കിൽ STP യിലാണെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? 22.4 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് n മോൾസിന്റെ പറയാം. n മോൾസിന്റെ മാസ് n into ഈ 17 വെച്ച് എന്താണ്? gmm ആണ്. അതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പറയാം. n into അവഗാഡ്രോ നമ്പർ ആയിരിക്കും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. എനിക്ക് അതിന്റെ വോളിയം പറയാം. ഗ്യാസ് ആണെങ്കിൽ എന്താണ്? n into 22.4 ആണ്. അപ്പൊ മോൾ കൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ചിത്രം വരക്കാം. എന്റെ കയ്യില് n മോൾ സബ്സ്റ്റൻസ് ഉണ്ട് എങ്കിൽ അതിന്റെ മാസ് എനിക്ക് പറയാം. ഐ ക്യാൻ ഫൈൻഡ് ദ മാസ് ഓഫ് ഇറ്റ്. അതിന് എത്ര മാസ് ഉണ്ട് അവിടെ മക്കളെ? ഇറ്റ് വിൽ വേ n into എന്തായിരിക്കും? gmm ആയിരിക്കും. ഇതിൽ n മോൾ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മാസ് എന്തായിരിക്കും? n into gmm ആയിരിക്കും. അതായത് എത്ര വോളിയം ഉണ്ടാവും ഗ്യാസ് ആണെങ്കിൽ? വോളിയം വിൽ ബി ഈക്വൽ ടു n into എത്ര ഉണ്ടാവുക? 22.4 ലിറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസും കാണാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ്? n into അവഗാഡ്രോ നമ്പർ. അപ്പൊ എനിക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ എനിക്ക് എന്ത് കാണാം? അതിന്റെ മാസ് കാണാം, വോളിയം കാണാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാം. മാസ് കാണാം, വോളിയം കാണാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയായിരിക്കും? 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എനിക്ക് എന്റെ മാസ് കാണാം. എനിക്ക് എന്ത് ചെയ്താൽ മതി? 0.5 into 44 ഗ്രാം എന്ന് വെച്ചാൽ എത്ര ഗ്രാം ആയിരിക്കും? 22 ഗ്രാം ആയിരിക്കും. ആഹാ, എളുപ്പമാണല്ലോ. 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം എത്രയായിരിക്കും? 0.5 into 22.4 എന്ന് വെച്ചാൽ എത്രയാണ്? 11.2 ലിറ്റേഴ്സ് ആണ്. 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എനിക്ക് പറയാം. 0.5 into എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഈ ഡയഗ്രത്തിലെ കാര്യങ്ങളാണ്. എന്റെ അടുത്ത ചോദ്യം, 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? എത്ര മോളിക്യൂൾ എന്നല്ല ചോദിച്ചേക്കുന്നത്, മറിച്ച് ചോദിച്ചേക്കുന്നത് 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? അപ്പൊ ഞാൻ നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്.
0.5 into Na മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എടാ മക്കളെ, ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാണ് 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 4 ഓക്സിജൻ ആറ്റം ഉണ്ടാവില്ലേ? ഒന്നിലുള്ള 2 എണ്ണം, രണ്ടാമത്തെ മോളിക്യൂൾ 2 എണ്ണം, 4 ഓക്സിജൻ ആറ്റം ഉണ്ടാവും. എന്റെ കയ്യിൽ 10 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടാവും? ഓരോ മോളിക്യൂളിലും 2 എണ്ണം വെച്ചിട്ടുണ്ട്. 10 മോളിക്യൂൾ ആവുമ്പോൾ മൊത്തം അത് എത്രയായി മാറും? 20 മോളിക്യൂളായി മാറും. 100 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ എന്റെ കയ്യിൽ 200 മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് മൊത്തം ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുകളുടെ എണ്ണം ഗുണം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ഒരു മോളിക്യൂളിലുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം. ഒരു മോളിക്യൂൾ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഉണ്ട്. സോ എനിക്ക് എന്ത് പറയാം? ഇറ്റ് വിൽ ബി 0.5 into Na into 2. ഈ 0.5 into Na എന്ന് പറയുന്നത് ഇത്രയും പാർട്ട് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഈ 2 എന്ന് പറയുന്നത് ഒരു കാർബൺ ഡൈ ഓക്സൈഡിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണമാണ്. അപ്പൊ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ ഫൈൻഡ് ഇവിടുന്ന് ഒരു സാധനം കൂടെ പറയാം. നമ്പർ ഓഫ് എ പെർട്ടിക്കുലർ പാർട്ടിക്കിൾ. നമ്പർ ഓഫ് എ particular particle. In the n into Na into I am taking number of that particle in one molecule. ഒരു മോളിക്യൂളിലെ ആ പാർട്ടിക്കിൾ എത്ര ഉണ്ടോ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നമ്പർ ഓഫ് മോളിക്യൂൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് നമ്പർ ഓഫ് മോൾ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാം? മാസ് കാണാം, അതേപോലെ എനിക്ക് എന്ത് കാണാം? വോളിയം കാണാം, അതേപോലെ എനിക്ക് എന്ത് കാണാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാം. വേണമെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ എണ്ണം കാണാം. എന്റെ അടുത്ത ചോദ്യം ഇതാണ്, നോക്കൂ. എന്റെ കയ്യില് 2 മോൾ മീഥൈൻ ഉണ്ട്. എനിക്ക് എന്ത് കാണാം? മീഥൈന്റെ മാസ് കാണാം. 2 into 16 ഗ്രാം ആയിരിക്കും. ഏതാ 16 ഗ്രാം? ഒരു മീഥൈന്റെ മാസാണ്. 1 മോൾ മീഥൈന്റെ മാസാണ് 16 ഗ്രാം. മീഥൈന്റെ GMM 16 ആണ്. 2 മോൾ മീഥൈൻ ഉണ്ടെങ്കിൽ അതിന്റെ മാസം എത്രയായിരിക്കും? 32 ഗ്രാം ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അതിലെ നമ്പർ വോളിയം കാണാം. 2 into 22.4 ലിറ്റർ ആയിരിക്കും. അതെങ്ങനെയാ? 1 മോളിന്റെ വോളിയം 22.4, 2 മോളിന്റെ വോളിയം 2 into 22.4 എന്ന് വെച്ചാൽ എത്രയാണ്? 44.8 ലിറ്റർ. അടുത്തത് എനിക്ക് എന്ത് കാണാം? ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് 2 into Na മീഥൈൻ മോളിക്യൂൾ. അല്ലേ? ഒന്നിലുള്ളത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. 2 മോളിൽ എത്ര ഉണ്ടാവും? 2 into അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. എടാ മക്കളെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് 2 മോൾ മീഥൈനില് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. 2 മോൾ മീഥൈനില് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? അതിൻ്റെ അകത്തുള്ള മോളിക്യൂളുകളുടെ എണ്ണം എടുത്തു. 2 into അവഗാഡ്രോ നമ്പർ. ഐ ഹാവ് ടു ടേക്ക് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്പർ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഇൻ വൺ മോളിക്യൂൾ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണാണ് കാണേണ്ടതെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾ എടുത്തു. എന്നിട്ടോ ഒരു മോളിക്യൂളിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എത്രയാ? 4 എണ്ണം അല്ലേ? ഇൻറ്റു എന്ത് ചെയ്യണം? 4 ഹൈഡ്രജൻ ആറ്റംസ് എന്ന് വെച്ചാൽ ഉത്തരം എത്ര കിട്ടും? 8 അവഗാഡ്രോ നമ്പർ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ ഇത് എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്ന് പറയാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 into അവഗാഡ്രോ നമ്പർ ഇൻറ്റു 1 കാർബൺ ആറ്റംസ്. അതെന്താ? ഒരു മോളിക്യൂളിൽ ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ കാണാം. ഓക്കെ, എന്റെ ചോദ്യം 0.2 മോൾ H2O ലിക്വിഡ് ആണ്. എനിക്ക് അതിന്റെ മാസ് കാണാം. 0.2 into 18 ഗ്രാം ആയിരിക്കും. എനിക്ക് അതിന്റെ വോളിയത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല, കാരണം അതെന്തല്ല, ഗ്യാസ് അല്ല. നമ്മുടെ 22.4 ഒക്കെ ആർക്കേ പറ്റുള്ളൂ, ഗ്യാസിനെ പറ്റുള്ളൂ. വോളിയത്തിനെ പറ്റി പറയുന്നില്ല. എനിക്ക് എന്ത് പറയാം? ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് 0.2 into അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഇത്ര എന്തുണ്ട്?
വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാം. എനിക്ക് ഇതിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. നമ്പർ ഓഫ് മോളിക്യൂൾ ഇൻറ്റു 2. ഒരു മോളിക്യൂൾ വാട്ടറിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളത് ഇൻറ്റു 2. സോ യു ക്യാൻ റൈറ്റ് 0.2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു 2 ഹൈഡ്രജൻ ആറ്റംസ്. എനിക്കിതിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം പറയാൻ പറ്റുമോ? പറയാം. 0.2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു 1 ഓക്സിജൻ ആറ്റം. അപ്പോ എനിക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ മാസ് പറയാം, വോളിയം പറയാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയാം, വേണമെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന്റെ എണ്ണവും പറയാം. ഇസ് ദാറ്റ് ഓക്കെ? പക്ഷേ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാല നമുക്കിനി എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണാൻ പറ്റും നോക്കാം. എടാ മക്കളെ, 32 ഗ്രാം ഓക്സിജൻ എടുത്താൽ അത് എത്ര മോളാണ്? 1 മോളാണ്. സംശയമൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദ്യം. 64 ഗ്രാം ഓക്സിജൻ ഉണ്ട്, അത് എത്ര മോളായിരിക്കും? 32ന് 1. 50 രൂപക്ക് 80 രൂപക്ക് ഒരു ചിക്കൻ ബിരിയാണി കിട്ടും. അങ്ങനെയാണെങ്കിൽ 160 രൂപക്ക് എത്ര ചിക്കൻ ബിരിയാണി കിട്ടും? 2. അതേപോലെ 32 ഗ്രാം 1 മോളാണ്. 64 ഗ്രാം എത്ര മോളായിരിക്കും? 2 മോളായിരിക്കും. 320 ഗ്രാം ഓക്സിജൻ എത്ര മോളായിരിക്കും? യു ക്യാൻ സേ ഇറ്റ് വിൽ ബി 10 മോൾസ്. നിങ്ങൾ എങ്ങനെയാ ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടത്? ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസിനെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 32 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ? എന്ന് വെച്ചാൽ ഗിവൺ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചത്? അതായത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചിട്ടല്ലേ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ മാസ് തന്നിട്ടുണ്ട് എങ്കിൽ, എനിക്ക് ഏതോ ഒരു സബ്സ്റ്റൻസിന് എന്ത് തന്നു? മാസ് തന്നു. മാസ് എത്ര ഗ്രാമാണ് തന്നേക്കുന്നത്? എക്സ് ഗ്രാമാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ബൈ ദ ഫോർമുല എക്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 22.4 ലിറ്റർ ഓക്സിജൻ എന്ന് വെച്ചാൽ എത്ര മോളാണ്? 1 മോളാണ്. 44.8 ലിറ്റർ ഓക്സിജൻ എന്ന് വെച്ചാൽ എത്ര മോളായിരിക്കും? ഇറ്റ് വിൽ ബി 2 മോൾ. 224 ലിറ്റർ ഓക്സിജൻ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 10 മോൾ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ കണ്ടത് ഗിവൺ വോളിയം നമ്പർ ഓഫ് മോൾസ് ആണ് നിങ്ങൾ എടുത്തത്. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ നിങ്ങൾ എന്തെടുത്തു? 22.4 എടുത്തു. അങ്ങനെയല്ലേ നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ എനിക്കൊരു സാധനത്തിന്റെ ഗ്യാസ് ആണെങ്കിൽ എന്ത് തന്നാലും, വോളിയം തന്നാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് കാണാൻ പറ്റും. ഇഫ് വോളിയം ഈസ് ഗിവൺ, എക്സ് ലിറ്റർ ആണ് എങ്കിൽ എനിക്ക് എന്തിലേക്ക് പോവാം? നമ്പർ ഓഫ് മോൾസിലേക്ക് പോവാം. എന്ത് ചെയ്താൽ മതി? എക്സ് ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ മതി. എനിക്ക് അതേപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നു എക്സ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. എന്ത് ചെയ്താൽ മതി? എക്സ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അപ്പൊ മോൾ കൺസെപ്റ്റിന്റെ എല്ലാ പ്രോബ്ലം ചെയ്യാനുള്ള ഇതാ എളുപ്പവിദ്യ, കുറുക്കു വഴി ഇതാണ്. ഈ ഡയഗ്രം എല്ലാവരും ഒന്ന് വരച്ചെടുത്തേ. എന്നിട്ട് വേണം നമുക്കിതിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ. എല്ലാവരും വരച്ചെടുക്കും മോൾ കൺസെപ്റ്റ് ഈ ഡയഗ്രം. കുറെ കുട്ടികൾ, ഞാൻ നേരെ ക്ലാസ് എടുത്ത കുട്ടികൾക്ക് ഇത് വരപ്പിച്ചിട്ടുണ്ട്. ഇത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ മോൾ കൺസെപ്റ്റിന് പ്രശ്നമില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷം മെഡിക്കൽ പ്രവേശന പരീക്ഷയിലും എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലും KVPY എന്ന് പറയുന്ന പരീക്ഷയിലും ഒക്കെ ചോദിച്ചിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും ഭയപ്പെടേണ്ട, നിങ്ങൾ അതൊക്കെ അസലായിട്ട് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വെച്ചെടുക്കും. ബാക്കി നമുക്ക് പറയാം. കുറെ ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ,
അപ്പോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 2004 AIPMT ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഹൗ മെനി hydrogen atoms are there in 4.25 gram of ammonia? How many hydrogen atoms are there in 4.25 gram of ammonia? 4.25 gram അമോണിയയിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? ഒന്നും പഠിക്കല്ലേ മക്കളെ, നിങ്ങൾ ഈ ചിത്രമില്ലേ, നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യത്തിലാണ് നിങ്ങൾക്ക് തന്നത് എന്താണ്, എവിടത്തേക്കാണ് പോകേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇതൊരു റൂട്ട് മാപ്പാണ്, നമ്മുടെ ഡോറയുടെ പ്രയാണത്തിലൊക്കെ ഉള്ളതുപോലത്തെ എന്താണ് മാപ്പാണ് ഇത് നോക്കി നമുക്ക് ഉത്തരം പറയാം. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 4.25 ഗ്രാം അമോണിയ എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? മാസാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? മാസ് തന്നു. നിങ്ങളോട് എന്ത് കാണാനാണ് പറഞ്ഞത്? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കാണാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതണം നമ്പർ ഓഫ് എ പെർട്ടിക്കുലർ പാർട്ടിക്കിൾ. ഇവിടത്തേക്ക് എത്തണം. നിങ്ങൾ എവിടെയാണുള്ളത്? ഇവിടത്തേക്ക് എത്തണം. നിങ്ങൾ നോക്ക്, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. മാസിൽ നിന്ന് നമ്പർ ഓഫ് മോൾസിലേക്ക് പോകണം. അവിടുന്ന് എവിടത്തേക്ക് പോകണം? മോളിക്യൂളിലേക്ക് പോകണം. മോളിക്യൂളിലേക്ക് പോയിട്ട് നിങ്ങൾ എവിടെ വേണം? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് പോകണം. സോ ദിസ് ഈസ് യുവർ വേ. ഇവിടുന്ന് നമ്പർ ഓഫ് മോൾസിലേക്ക് എത്തണം. നമ്പർ ഓഫ് മോൾസിൽ നിന്ന് മോളിക്യൂളിലേക്ക് എത്തണം. മോളിക്യൂളിൽ നിന്ന് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് എത്തണം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ചെയ്യാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്പർ ഓഫ് മോൾസ്. എന്താണ് ഫോർമുല? ഗിവൺ മാസ് എത്രയാ? 4.25 ഡിവൈഡഡ് ബൈ 17. എവിടുന്നാ 17 കിട്ടിയത്? ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് അമോണിയ. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. ഇതിന്റെ ഉത്തരം എത്രയാണ്? 1/4 ആണ്. ഇവിടെ എത്തിയ. ഇനി ഏതാ രണ്ടാമത്തെ സ്റ്റെപ്പ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണണം. രണ്ടാമത്തെ സ്റ്റെപ്പ് പോയി. എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്താ ചെയ്യേണ്ടത്? 1/4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഞാൻ ചെയ്തത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി അവിടുന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. എന്താണ്? 1/4 ഇൻറ്റു NA ഇൻറ്റു എന്ത് ചെയ്യണ? 3. അതുകൊണ്ട് 3. ഒരു അമോണിയ മോളിക്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഇൻറ്റു എന്ത് ചെയ്യണം? 3. ആൻഡ് യുവർ ഫൈനൽ ആൻസർ വിൽ ബി 3/4 NA. ഈ NAക്ക് പകരം 6 × 10⁻23 കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരത്തിലേക്ക് കിട്ടും. സോ നിങ്ങളിപ്പോ ചെയ്തിരിക്കുന്ന ചോദ്യം 10ാം ക്ലാസ്സിൽ കുട്ടിയുടെ ചോദ്യമല്ല. ഇത് എൻട്രൻസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങളിപ്പോ 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 6 ദിവസമായിട്ടേ ബ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഏത് ലെവൽ, നിങ്ങൾ പഠിച്ചത്രയും വരെയുള്ള സാധനങ്ങളിലെ ഏത് ലെവൽ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യം. ചെയ്യാൻ പറ്റിയാൽ അടിപൊളി. ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ എക്സലന്റ് ആയി, യു വിൽ ബി എ വണ്ടർ കിഡ്. കേരളത്തിലെ, ഇന്ത്യയിലെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളിലെ ഏറ്റവും മിടുക്കരായ, ഏറ്റവും മികച്ച കുട്ടികളായി നിങ്ങൾ മാറുന്നുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ. കണ്ട, അര മണിക്കൂറിന്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളാണ്. നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുട്ടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം ചെയ്തെടുക്കുക, സോൾവ് ചെയ്തു. അപ്പോൾ ഞാൻ ഇത് രണ്ടും വായിക്കാറുണ്ട്. മാസാണ് തന്നത്. അതേപോലെ എന്തിലേക്ക് വേണം? നമ്പർ ഓഫ് ആറ്റത്തിലേക്കാണ് പോയത്. ഇപ്പോൾ അടുത്ത ചോദിക്കാം. ക്വസ്റ്റ്യൻ 2. വാട്ട് ഈസ് ദി വോളിയം ഓഫ് 11 gram of carbon dioxide at STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉണ്ട് എങ്കിൽ 11 gram കാർബൺ ഡൈ ഓക്സൈഡിന്
എത്ര മാസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് മക്കളെ? മാസ് അല്ലെ. 11 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അത് പ്രശ്നമില്ലല്ലോ, തന്നിരിക്കുന്നത് 11 ഗ്രാം. എന്തിലേക്കാണ് പോകേണ്ടത്? വോളിയത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്ക്, മാസിൽ നിന്ന് എങ്ങോട്ട് പോകണം? നമ്പർ ഓഫ് മോൾസ് പോകണം. നമ്പർ ഓഫ് മോൾസ് നിന്ന് എങ്ങോട്ട് പോകണം? വോളിയത്തിലേക്ക് പോകണം. നിങ്ങളൊന്നും കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഗിയറൊക്കെ ഇടുന്നവരാണ്. ആദ്യം ന്യൂട്രലിലേക്ക് ഇട്ട് ന്യൂട്രൽ നിന്നാണ് അടുത്ത ഗിയറിലേക്ക് പോവുക. അതേപോലെ ഇവിടെ നിന്ന് ആദ്യം എവിടത്തേക്ക് പോകണം? നമ്പർ ഓഫ് മോൾസ് പോകണം. നമ്പർ ഓഫ് മോൾസ് എവിടെ പോകണം? വോളിയത്തിലേക്ക് പോകണം. വാട്ട് വിൽ ബി അവർ ഫസ്റ്റ് സ്റ്റെപ്പ്? പറഞ്ഞേ, നിങ്ങൾക്കറിയാം, എന്റെ കൂടെ പറഞ്ഞോ. നമ്പർ ഓഫ് മോൾസ് കാണണം. Number of moles is equal to 11 divided by 44. Early Wanda, we have the equation x divided by gmm. In the x വെച്ചാൽ given mass divided by gmm. 11 divided by 44. 11 divided by 44, you will get as 1/4. രണ്ടാം സ്റ്റെപ്പിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ ഇവിടുന്ന് വോളിയത്തിലേക്ക് പോകണം. വോളിയം will be equal to, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്, വോളിയം is equal to 1/4 into 22.4 എന്ന് വെച്ചാൽ എത്രയാണ്? 5.6 liters. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി തീർത്തു, ചെയ്തു, മാച്ചോടെ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ 3. How many molecules are there in 5.6 liters of oxygen? ഓക്സിജൻ 5.6 ലിറ്റേഴ്സ് ഉണ്ട്. അതിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? വോളിയമാണ് തന്നിരിക്കുന്നത് 5.6 ലിറ്റേഴ്സ്. നിങ്ങൾക്ക് എന്ത് കാണണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാണേണ്ടത്, എന്തല്ല നമ്പർ ഓഫ് ആറ്റം അല്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് മക്കളെ? നമ്പർ ഓഫ് മോൾസിലേക്ക് പോകണം. വോളിയത്തിൽ നമ്പർ ഓഫ് മോൾസിലേക്ക് പോകണം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 5.6 divided by 22.4 എന്ന് വെച്ചാൽ 1/4. അവിടുന്ന് എന്തിലേക്ക് പോകണം? നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് പോകണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു 1/4 into അവഗാഡ്രോ നമ്പർ. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇന്നിപ്പോ അസൈൻമെന്റ് ഞാൻ തരും, എന്നിട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പണ്ട് എൻട്രൻസിന് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ PDF ആയിട്ട് ഇന്ന് രാത്രിക്ക് മുമ്പ് അയച്ചു തരും. എന്തായാലും ഇന്നത്തെ അസൈൻമെന്റ് ഇതാണ്. അസൈൻമെന്റിന് വീഡിയോയുടെ കൂടെ തന്നെയാണ്. അസൈൻമെന്റ് എഴുതാൻ കുറേ കുട്ടികൾക്ക് മടിയിട്ടെ. അത് അവിടുന്ന് ഇവിടുന്നൊക്കെ ചേർന്ന കുട്ടികൾ ഇന്നോട്ട് ഞാൻ പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊന്നും വേണ്ട പോലെ അസൈൻമെന്റ് എഴുതുന്നില്ല. സി, എൻ്റെ ആവശ്യമല്ല ഇത്, നിങ്ങളുടെ ആവശ്യം. എനിക്ക് ബ്രിഡ്ജ് കോഴ്സിലെ കുട്ടിക്ക് യാതൊരു കമ്പൽഷനും കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ സ്വന്തമായ പ്ലാൻ. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് അസൈൻമെന്റ് ചെയ്ത് നോക്കി എഴുതി എൻ്റെ നമ്പറിലേക്ക്. ഞാൻ നിങ്ങൾ അസൈൻമെന്റ് അയക്കുന്ന ഓരോ അസൈൻമെന്റ് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, തെറ്റൊക്കെ പറ്റുന്ന നേരത്തെ കുട്ടികൾക്ക് ഞാൻ പേഴ്സണലി വിളിച്ച് പറയേണ്ടത് തെറ്റൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അസൈൻമെന്റ് എഴുതാനും കാര്യങ്ങൾക്കൊന്നും ഒരു മടിയും വിചാരിക്കരുത്. കൃത്യമായിട്ട് എനിക്ക് അയച്ചോളണം. ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെന്റ് ഇതാണ്. അസൈൻമെന്റ് ഇതാണ്. 1, 8 gram oxygen is equal to dash liters. 2, 11.2 liters of methane is equal to dash gram. മൂന്നാമത്തത് 22 gram of carbon dioxide is equal to dash number of molecules. ഇതൊക്കെ സ്റ്റെപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് അയച്ചാൽ. ഓക്കെ, നാലാമത്തത് 17 gram ammonia consists of dash number of hydrogen atoms. ഈ 4 ചോദ്യങ്ങളും ചെയ്തിട്ട് എനിക്ക് നിങ്ങൾ
അയച്ചു തരിക. ഇതാണ് ഇന്നത്തെ അസൈൻമെന്റ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ, ദിസ് ഇസ് മീ JD സൈനിങ് ഓഫ്. താങ്ക് യു.